പൂച്ചെടിയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ എനിക്ക് പൂച്ചെടിയോട് വലിയ കാര്യമാണ്. ഞാൻ കിട്ടുന്നിടത്തോളം എല്ലാം കൊണ്ടുവന്ന് വെച്ച്, പിന്നെ നമുക്ക് വല്ല ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ ചുവട്ടിൽക്കൂടിയൊക്കെ നടക്കുന്ന വലിയ സന്തോഷമാണ്. പ്രായമായാലും പ്രായമായെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതാണല്ലോ ഏറ്റവും നമ്മളിപ്പോൾ ചെറുപ്പമാണെന്ന് വിചാരിക്കുക. അതങ്ങനെ മനസ്സ് ഉണ്ടായിരിക്കണം. ചെറുപ്പമാണെന്നുണ്ടെങ്കിൽ മനസ്സ് ചെറുപ്പമാണ്, ശരീരം ചെറുപ്പമാവും. അതാണ് അവിടെ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ ഞാൻ ഗാർഡനിങ്ങിൻ്റെ തെറാപ്യൂട്ടിക് ബെനഫിറ്റ്സിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം കുറേ പേർ എന്നോട് ചോദിച്ചു, ഇതെവിടെയാണ് സ്ഥലം, ആരുടെയായി ഗാർഡൻ എന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ആ ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. ഇന്ന് ഞാനുള്ളത് വിലങ്ങാട് എന്ന മനോഹരമായ സ്ഥലത്ത് താമസിക്കുന്ന ഒരമ്മച്ചിയുടെ വീട്ടിലാണ്. അമ്മച്ചിയുടെ ചെടികളും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ? ചിലർക്കെങ്കിലും ഈ വീഡിയോ ഒരു ഇൻസ്പിറേഷൻ ആയേക്കാം. കാരണം പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് വളരെ എനർജറ്റിക്കായി ഓടി നടന്ന് ഗാർഡൻ നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഈ അമ്മച്ചിയെ നമുക്ക് പരിചയപ്പെട്ട് നോക്കാം അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. എൻ്റെ പേര് ഏൽക്കുട്ടി, 84 വയസ്സായി. ഇതിനോടിടയ്ക്ക് എനിക്ക് ഈ പൂച്ചെടിയോട് വലിയ ഭ്രമമായപ്പോഴും അത് എവിടെയാണ് കണ്ടാലും ഞാനത് കൊണ്ടുവന്ന് നട്ട് അതിൻ്റെ എല്ലാം ശുശ്രൂഷ ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇറങ്ങി നടക്കുന്നത് വലിയ സന്തോഷം. നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിലും ഈ പൂച്ചെടിയുടെ ഇടയ്ക്കൂടെയൊക്കെ നടക്കുമ്പം നല്ലൊരു സന്തോഷം മനസ്സിലുണ്ടാകും. കിട്ടുന്നിടത്തു നിന്നൊക്കെ പൂച്ചെടി കൊണ്ടുവരും. പിന്നെ എല്ലാവരുമൊക്കെ കൊണ്ട് നന്നായി അതും മേടിക്കും. പിന്നെ ഒരുമാതിരി നല്ല പൂച്ചെടിയൊക്കെ പിന്നെ പൂച്ചെടിയുടെ സ്ഥലം അവിടുന്ന് മേടിക്കുന്ന. ഞാനും ഭർത്താവേ ഉള്ളൂ ഇവിടെ താമസിക്കും. മക്കളൊക്കെ പിന്നെ ഓരോരുത്തരും ബാംഗ്ലൂരാണ്. ഒരാളിവിടെ കോൺവെൻറ്റിൽ ഉണ്ട്. ഏറ്റവും മൂത്തവൾ കോൺവെൻറ്റിൽ ഇവിടെ കുളത്തയിൽ ചേർന്നതാണ്. പിന്നെ മക്കൾ പിന്നെ 4 പേരും 5 പേരുണ്ട് മക്കൾ. അതിൽ 4 പേരും ബാംഗ്ലൂരാണ്. പിള്ളേർക്കും ഈ പൂച്ചെടിയോട് വലിയ കാര്യമാണ്. ഞാൻ തന്നെ ഇതെല്ലാം നട്ടു പിടിപ്പിക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും എല്ലാം. പിന്നെ എന്നാ വളമൊക്കെ മേടിച്ച് ചിലപ്പം കൊണ്ടും തരും ഞാൻ. 62 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. 62 അന്ന് മുതലേ ഇവിടെ ശരിക്കും നമുക്കറിയാം ചെടിയോടുള്ള പ്രേമം നല്ല കാര്യമായിട്ടുണ്ട് പുള്ളിക്ക്. ഏത് പണിയെടുത്താലും ചെടി കഴിഞ്ഞിട്ടേ പുള്ളി ബാക്കി പണി നോക്കുള്ളൂ. അതാണ്. അങ്ങനെ എന്തൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതാണുള്ളത്. അതെ, നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. ആ ഉണ്ടോ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ വല്ല വിഷമമൊക്കെ ഉണ്ടാകുമ്പം ഈ ചെടിക്ക് അതുവരെയൊക്കെ നടന്നാലൊരു സന്തോഷമുണ്ട്. ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. ഇപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നതിന്റെ കാരണം ചെടി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ജീവനാണ്. അപ്പൊ അത് അതിൻ്റെതായ ഒരു ഊർജം ശരീരത്തിനുണ്ട്, മനസ്സിനുണ്ട്. അപ്പൊ കാണുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നമ്മൾ എത്ര പ്രായമായാലും പ്രായമായെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതാണല്ലോ ഏറ്റവും നമ്മളിപ്പോൾ ചെറുപ്പമാണെന്ന് വിചാരിക്കുക. അതങ്ങനെ മനസ്സ് ഉണ്ടായിരിക്കണം. ചെറുപ്പമാണെന്നുണ്ടെങ്കിൽ മനസ്സ് ചെറുപ്പമാണ്, ശരീരം ചെറുപ്പമാവും. അതാണ് അവിടെ.
അയ്യോ പ്രായമായി ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊണ്ടുവരുന്ന ഒരു കാര്യം ഒരിക്കലും അങ്ങ് ചിന്തിക്കാൻ പാടില്ല. അതെ അതെ. എന്താണേലും നമുക്ക് അമ്മച്ചീൻ്റെ ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ? ആ ചെടികളെല്ലാം കണ്ട് ക്രിസ്മസ് ട്രീ അത് പിന്നെ മൂത്ത മകന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയത്. അത് ഞാൻ നട്ടുപിടിപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ആക്കുന്നതാണ്. സർപ്പഗ്രന്ഥിയാണ്. ഇത് വാഴച്ചെടി. വാഴച്ചെടി അല്ലേ? ആ പിന്നെ ഇത് ചെത്തി. ചെത്തി ഒരു 4-5 സൈസുണ്ട്. അത് ചിലപ്പം ഇച്ചിരി വലുതാകുമ്പോഴത്തേന് വെട്ടി വിടണം. വെട്ടി വിട്ടാൽ അത് നല്ല ലെവലിൽ വരും. ഇത് പുതിയ തരം ഒരു ചെടിയാണ്. അത് പൂവായി വരുന്നതേ ഉള്ളൂ. പൂവായില്ല. ഇത് വെള്ള ചെടിയല്ലേ ഇത്? നല്ല ഭംഗിയുണ്ടല്ലോ ഈ ചെടിയാണ്. ആ ഇത് രണ്ടാമത്തെ മകന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടു തന്നതാണ്. ഞാനത് നട്ടുപിടിപ്പിച്ചെടുത്താണ്. ആ വണ്ടിയെ കയറി പോകുന്ന റോസയുണ്ട്. അത് മുറിച്ച് വിട്ടിരിക്കുന്ന ഇപ്പം ഹൈഡ്രാഞ്ചിയ. ഇതുപോലെ 2-3 തരമുണ്ട്. അത് സെൻറ്റുമല്ലിയാണ്. അതേലെ നല്ല മണമുള്ള പൂവുണ്ടാകും. ആണ്ടി 2-3 പ്രാവശ്യം അതേ പൂവുണ്ടാകും. അത് പിന്നെ നല്ല മണമായിരുന്നു. പിന്നെ ഇരുന്നാലും നല്ല മണം കിട്ടും. അതാണ്. അമ്മച്ചിയുടെ ചെടികളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാകും അല്ലേ? ഇനിയും പുതിയ നല്ല നല്ല വീഡിയോസുമായി തിരിച്ചെത്താം. താങ്ക് യു.